സുഹൃത്തുക്കളെ ഡീമേട്ടൻ എത്തിയടാ. ഇവിടെ ഞാൻ വിചാരിച്ച് ഒരു സോളോ ആയിട്ടൊരു BR പൊക്കളയാന്ന്. കൂടെ കളിക്കാൻ പയ്യന്മാരുന്നല്ലേ, എല്ലാരും ഭയങ്കര ബിസിയാടേ. അത് മാത്രമല്ല സോളോ മാച്ച് വെച്ചിട്ട് കുറെ നാളാടേ നമ്മൾ കൂടുതൽ ഇപ്പോൾ ക്ലാഷ് കോഡൊക്കെ ഇട്ടോണ്ടിരിക്കുന്നത്. വിചാരിച്ച ഒരു BR കിട്ടളയാന്ന്. ഞാൻ പറഞ്ഞു മുണ്ടി നാക്കില്ല, നമുക്ക് നേരെ കാര്യത്തിലോട്ടും കിടക്കാം. ഇവിടെ നമുക്കൊരു ഒഫീഷ്യൽ ഇൻട്രോ ഇല്ലാത്തതുകൊണ്ട് തൽക്കാലത്ത് ഇങ്ങനെ വേറെ ഇൻട്രോ ആണ് വെച്ചത്. നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്തേക്ക്. അത് പോട്ടെ. ഞാൻ വിചാരിച്ചേ ഇവിടെ പീക്ക് ഇപ്പോൾ ഇറങ്ങാന്ന്. പീക്ക് ഇന്നോട് ഞാൻ വിചാരിച്ച് പീക്ക് ഇപ്പോൾ ഇറങ്ങി നമ്മൾ വല്ല തോക്കില്ലാത്തമ്മ അടിച്ചിട്ട് കഴിഞ്ഞാൽ പാവപ്പെട്ടമ്മ അവന്മാർ നമ്മളെ അഭിപ്രായക്കൊണ്ടു ഇല്ലേ, നമ്മളിറങ്ങി നമുക്ക് തോക്കിട്ടില്ലേ അവന്മാർ നമ്മളടിച്ച് എന്തിനാണ് വെറുതെ വള്ളി കേസ്. നമ്മളൊരു മൂലയപ്പോൾ ഇറങ്ങി തോക്കൊക്കെ സെറ്റാക്കി ഇവിടെ അവന്മാർ തോക്കൊക്കെ സെറ്റാക്കി. അതല്ലേ മര്യാദ, അതല്ലേ മാന്യത. അപ്പോൾ ഞാൻ വിചാരിച്ച് അങ്ങനെ ഇപ്പോൾ അങ്ങ് അറ്റം മില്ലിൽ പോയാൽ ഇറങ്ങാൻ വിചാരിച്ച്. പണ്ടത്തെ മില്ലാണ് ഭയങ്കര എന്തോ അടിയും ബോളൊക്കെ അല്ലേ. ഇപ്പം പിന്നെ വലിയ ഇതൊന്നും ഭയങ്കര ശാന്തമായ ആൾക്കാരൊന്നും അടിയും മില്ലിൽ. ഇപ്പം ഞാൻ പിന്നെ മില്ലിൽ പോയി ഇറങ്ങാൻ അങ്ങനെ പിന്നെ ഞാൻ മില്ലോട്ടങ്ങ് പോയി. ഈ കോപ്പി യവന്മാരില്ലെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നിറക്കണത് ആളതിർത്ത് പോയി എന്തെങ്കിലും പറക്കി ഇറങ്ങാൻ യവന്മാരെ ഇവിടെ വന്നിരിക്കുന്നത്. ഇനി യവന്മാരൊക്കെ ഉള്ള പൊളപ്പം കണ്ടെല്ലാം കിട്ടണേ അവൻ അതൊട്ട് വലർത്താൻ അടിച്ചു തരും. അല്ല എന്നൊന്നെങ്കിൽ പേടിയൊന്നുമില്ല. അല്ല പേടിയല്ല, ഒരു ഭയം. ഭയം അതും പറഞ്ഞപ്പോഴാണ് ദോർത്തും കയറി വരണം. ഞാൻ പിന്നെ എന്റെ സൈന്യ എബിലിറ്റിയൊക്കെ വെച്ച് പയ്യ ഞെക്കി പിരിക്കി കിട്ടേ അവനെ. ഇല്ലേ അവൻ എന്നെ അടിച്ചിട്ട് വന്നേ ഒന്ന് കയ്യിൽ തോക്കം കിട്ടിയില്ല. ഇറങ്ങിയപ്പോൾ കിട്ടിയ തോക്കം വെച്ചാണ് ഞാൻ അടിച്ചിട്ടത്. അവനെ അടിച്ചിട്ട് മെഡ് പോലും കയറ്റില്ല. അതിൻ്റെ ഇടയിൽ കൂടി വേറെ താവളി കാരണം അവൻ എന്തിന്റെ ആവശ്യമുണ്ട് മര്യാദയ്ക്ക് എടുപ്പോ കില്ലും നമുക്ക് കടയാടി. അവനെ ഞാൻ വിടുവോ? ചന്തി കൊണ്ട് കൊടുത്തപ്പോൾ ഓടിക്കളത് ഞാൻ വിടൂ. ഞാൻ പുറകെ പോയാൽ അടിച്ചിട്ടില്ലേ കടയാടി. അവനെ തീർത്ത് എന്തായാലും അവൻ്റെ ലൂട്ടുണ്ടായിരുന്നിട്ടാ. ലൂട്ട് നിറയെ ഷോർട്ട് റേഞ്ച് MP5 ഉണ്ടായിരുന്നുള്ളൂ. അത് പിന്നെ കിട്ടിയ കൊണ്ട് പോയി. വേറെ അവനൊക്കെ ഇറങ്ങി അവന്മാരെ തീർക്കണം. ഞാൻ പിന്നെ എല്ലാ റീലോടത്തൊക്കെ വെച്ച് പയ്യെ അങ്ങോട്ട് അടുത്തവന്മാരെ തപ്പിക്കൊണ്ട് ഇറങ്ങി. എന്തായാലും ഒരു ലോങ് കൂടി വേണമല്ലേ, ഷോർട്ട് റേഞ്ച് അടിക്കാനുള്ള കണ്ണല്ലേ ആയുള്ളൂ. ഞാനൊരു ലോങ് റേഞ്ച് തപ്പി ഇറങ്ങി കുറേ തപ്പി അവസാനം M4 കിട്ടി. നോക്കിയപ്പോൾ കാണാം EP. ഞാൻ കുറച്ച് EP സെറ്റ് ആക്കിയിട്ട് വെൻഡിങ് മെഷീൻ ഇപ്പോൾ ഒരു ലെവൽ 4 വെസ്റ്റ് അങ്ങ് വാങ്ങിച്ചിട്ട് താഴെ എന്തൊക്കെയോ അടിയുമ്പോൾ നടക്കണ്ടല്ലോ. ഇപ്പം ഞാൻ വിചാരിച്ചത് അങ്ങോട്ട് ഇറങ്ങി നോക്കാം എന്തൊരു സംഭവം എന്ന് അറിയാമല്ലേ. ഇപ്പോഴും അടി തന്നെ ചത്ത അവരും ഉണ്ടാ പോയാ പറ്റിയും കില്ലിൽ എടുക്കാൻ പറ്റുമോ എന്തായാലും കഴിഞ്ഞായിരിക്കും. ഉണ്ടെങ്കിൽ അവനെ പയ്യെ തൂക്കാനാണ് ഞാൻ അങ്ങോട്ട് ഇറങ്ങി. ഇത് ഇവിടെ തന്നെ ഉണ്ടാവേ. ഞാൻ അവൻ അടിക്കാനോട് വന്ന പക്ഷെ അവന് നോക്കുന്നത് കാണാനില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് ഓടി നടക്കാൻ പറ്റുമല്ലോ. കാര്യം ഇവ എവിടെയും കയറി നിൽക്കുകയായിരിക്കും. നമ്മളിങ്ങനെ പോകുമ്പോൾ അവൻ വലുത് അടിച്ചിരുന്ന നമ്മൾ തീർന്നില്ലേ. ഇപ്പം ഞാൻ എന്തിനു ഞാൻ വിചാരിക്കണം സേഫായ സ്ഥലത്ത് പയ്യെ ഒളിച്ചിരിക്കുകയാണ്. നമ്മളെ കെട്ടത്തിൻ്റെ ചുവരില്ലേ അതിൻ്റെ ബാക്കിൽ കയറി പയ്യേറി ഒളിച്ചിരിക്കാൻ വിചാരിച്ചു. അങ്ങനെ കയറിയപ്പോൾ കാണാ ആര് അളിയൻ ദോ ഇരിക്കുന്നു ഇടക്കറി ഒളിച്ചിട്ടുണ്ട്. ഞാൻ എൻ്റെ കൊട്ടിട് പയ്യെ നോക്കാക്കി വിട്ടു കേട്ടാ. പാവം പയ്യൻട്രേ ഞാൻ വരണ നോക്കി ഇന്നാണ് അവ എന്ത് ചെയ്യേ. ഞാൻ പിന്നെ പയ്യെ പോയി ആളിൽ ലൂട്ട് ബോക്സ് പോയി. ലൂട്ടിൽ അത്യാവശ്യം കുഴപ്പമില്ല. അളി എടുത്ത ലൂട്ട് ഇത്ര വാരിപ്പറക്കി വെച്ചിരിക്കുകയാണ് കയ്യിൽ. ഞാൻ പിന്നെ അത് കുറച്ചൊക്കെ നുള്ളിൽ പറക്കി ഞാൻ അങ്ങ് പോയി. ഞാൻ പിന്നെ എൻ്റെ ഗ്ലൂവാളം മിഷീൻ കഴിഞ്ഞ ഗ്ലൂവാളം കയറ്റി നോക്കിയപ്പോഴാണ് മറ്റേ അലോകിൻ്റെ പന്ത് കിടക്കുന്നത്. അലോകിൻ്റെ അത് സീന് സാധനമുണ്ട്. കാര്യം എന്തെങ്കിലും ഒരു നല്ല തോക്ക് കാണും കേട്ടോ. അത് എന്ത് 2 ചിപ്പുള്ള തോക്കാട്ടോ. ചിപ്പ് വയ്ക്കാൻ തോക്ക് 2 ചിപ്പുള്ള എന്തെങ്കിലും കാണും. അത് നൈസ് സംഭവം എനിക്ക് ഇഷ്ടപ്പെടും. അത് എന്താ നമുക്ക് 2 ചിപ്പ് തന്നെ പാടാണല്ലോ. ഇങ്ങനെ സംപ്രായം കൊടുത്തിട്ടും കൊള്ളാം. അത് എനിക്ക് ഇഷ്ടപ്പെട്ടത്. അതൊരു എന്തായാലും പോട്ടെ. ഞാൻ വെച്ച് താഴെ അവിടെ ടോക്കണൊക്കെ പറക്കി ലൂട്ടൊക്കെ എടുത്ത് അങ്ങനെ എടുക്കാൻ ഞാൻ ഇങ്ങോട്ട് ഇറങ്ങി. ഇവിടെ കയറി വന്ന് ഞാൻ ലൂട്ടൊക്കെ അടിച്ച് അങ്ങനെ നിന്നപ്പോൾ കാണാം ഇവിടെ നിന്ന് ഒരു അജ്ഞാതമായ അടി. ഞാൻ ഇതൊരു ബ്ലൂ ആളിട്ട് 6 രൂപ നോക്കിയപ്പോൾ കാണാം ഇത് ആര് സംഭവം നമ്മളെ മറ്റേ നേരത്തെ അളിയല്ലേ മറ്റേ അതിൻ്റെ വിളിച്ചിരുന്ന അളിയൻ തണ്ടാതെന്ന് റിവൈവ് ഇറങ്ങിയിട്ട് ലൂട്ടൊക്കെ എടുത്ത് എന്നെ അടിക്കേണ്ടി വന്നത്. പക്ഷെ അളിയനെ അടിച്ചിട്ടാ ഞാൻ അളിയൊന്ന് റിവഞ്ച് എടുത്ത് കളഞ്ഞ കേട്ടാ. നമുക്ക് വിട്ടുകൊടുക്കാൻ പറ്റുമോ? അപ്പം വന്ന് റിവഞ്ച് എടുത്ത സ്ഥിതിക്ക് ഇനിയിപ്പോൾ ഞാൻ അവിടെ ഇറങ്ങാൻ മാറിപ്പോയി കഴിഞ്ഞാൽ ഡീമൺ ഡ്രോപ്സിൽ പൊട്ടണമെന്നല്ലേ വിചാരിക്കുള്ളൂ. അല്ല അങ്ങനെ വിചാരിക്കുള്ളൂ അവൻ. അതിപ്പോൾ അവൻ മാത്രമല്ലേ എല്ലാവരും അങ്ങനെ വിചാരിക്കുള്ളൂ. ഇപ്പോൾ നമ്മൾ അത് അഭിമാനം കൂടി നോക്കണ്ട എല്ലാവർക്കും അമ്മ അങ്ങനെ വിചാരിക്കുള്ളൂ. അപ്പം ഞാൻ പിന്നെ അങ്ങനെ അവിടെ തന്നെ പോയി ഇറങ്ങിയടേ. ആദ്യം നമ്മൾ അളിയുടെ അടിച്ചുള്ള സ്ഥലമുണ്ടല്ലോ അവിടെ പിന്നെ മറ്റേ അളിയുടെ ലൂട്ട് അടപ്പുണ്ട് പഴയ കുറച്ച് സാധനങ്ങൾ. ഞാൻ അത് പോയി എടുക്കുക വെച്ചു. കാര്യം നമ്മളിനി മറ്റേ ലൂട്ട് ബോക്സിൽ പോയി കഴിഞ്ഞാൽ അവ അവിടെ നിന്ന് അടിച്ചിട്ട് അപ്പോൾ വീണ്ടും പിന്നെ ഇരട്ടി അവർ മൈനസ് ആവും. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ലൂട്ടത്ത് പോകാൻ വിചാരിച്ചു. അങ്ങനെ പോയപ്പോഴും അളിയൻ ദോ പോണ്. ഞാൻ വിചാരിച്ച അളി ഇതിലെ കൂടെ അതിലൂടെ കറങ്ങി വരുമായിരിക്കും. ഞാൻ ഇത്ര അളിയെ കാണാൻ പിന്നെ ഞാൻ പയ്യെ അങ്ങോട്ട് കയറി. ഞാൻ അങ്ങോട്ട് കയറിയപ്പോൾ എനിക്ക് ബോട്ട് അടിച്ചു തുടങ്ങി. എനിക്ക് മനസ്സിലാളി നിപ്പുണ്ട്. ഞാൻ പിന്നെ മറ്റേ സാധനം ഓണാക്കി വെച്ചിട്ട് അവനെ അങ്ങ് പ്ലക്കി. ഹെഡ് ഏറ്റൊന്നും പറ്റിയില്ലേ എങ്കിലും നമ്മുടെ റിവഞ്ച് അങ്ങ് പാസ്സാക്കി. ഉടനെ ഇമോട്ടും കിട്ടും എടുത്ത്. ഞാൻ പിന്നെ അവൻ്റെ 2 ലൂട്ടും പറക്കി അങ്ങോട്ട് പോവാന്ന് വെച്ചപ്പോഴാണ് അളിയൻ ദൂ ആകാശത്ത് വീണ്ടും പറഞ്ഞിട്ടേ. അളിയ റിവഞ്ചിനെ കണ്ട് വീണ്ടും വന്ന്. എന്തായാലും ഇപ്രാവശ്യം വിട്ടുകൊടുക്കാൻ പറ്റത്തില്ല. ഈഗോ പ്രശ്നം ആയോണ്ടേ ഏതാ. അതേപോലെ തന്നെ ഇവൻ താഴെ ഇറങ്ങാൻ നോക്കണം. പുള്ളിക്കാരൻ്റെ തോക്കെടുക്കാൻ ഞാൻ വലുതിട്ട് അവൻ അടിച്ചു തരും. അവസാനം ഞാൻ അവിടെ ഇത്രയൊന്നും ഓടിയാ കാര്യം ഇവൻ താഴെ ഇറങ്ങാൻ പാടില്ല. അവസാനം ഞാൻ ഓടി ഇങ്ങോട്ടെത്തി മണ്ണിലോട്ട് നോക്കിയപ്പോൾ കാണാൻ അളിയൻ ദൂ ഇരിക്കുന്നു. ഞാൻ 2 കൊട്ട് കൊടുത്തുവിട്ടാ. എന്നിട്ട് എവിടെ ആവാം ഞാൻ മറ്റേ സാധനം എടുത്തിട്ട് പറത്തി വിട്ടു കൊടുത്തു. മറ്റേ തീരെ സംഭവമില്ല അതിട്ട്
അതിൽ കൊണ്ടപ്പോൾ 40 ഡാമേജ് കയറി. കുറച്ച് കഴിഞ്ഞപ്പോൾ അളിയൻ പയ്യൻ പെട്ടിയായി. ആ വീട്ടിൽ റിമോട്ട് കൊണ്ട് എടുത്ത് ഇട്ട് കൊടുത്ത്. കാര്യമുള്ള കാര്യമല്ല, എന്നാലും ചുമ്മാ ഇരിക്കട്ടെ വിചാരിച്ച്. എന്തായാലും വെറുപ്പിക്കുന്ന റിമോട്ടൊന്നല്ലല്ലോ, ഒരു ഹായം കാണിച്ചു കൊടുത്ത്. ഏതാ ഞാൻ പിന്നെ അതിലൂടെ തെണ്ടിരിച്ച് നടന്നു കേട്ടോ. എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലേ പറയാൻ പറ്റില്ല. നമ്മൾ ഇടയ്ക്ക് ആകാശ പോലെ എൻ്റെ കൂടെ വേറെ അവനങ്ങൾ വന്നിറങ്ങിയാൽ ലൂട്ട് പോലെ കൊണ്ടാവും ഒന്നും ഇറങ്ങില്ല. അപ്പം ഞാൻ അങ്ങനെ കുറേ ലൂട്ടൊക്കെ തപ്പി നടന്ന് ഏകദേശം സെറ്റാക്കി. എന്നിട്ട് എന്ത് നമ്മളെ പഴയ ലൂട്ട് ബോക്സ് ഇല്ലേ, നമ്മളെ MP40 ഇരുന്ന, അപ്പോൾ ഞാൻ ചതി തന്നെ പോയി എടുത്ത് വെച്ച് നോക്കിയപ്പോൾ ടോക്കൺ ഒരുക്കണം. അപ്പോൾ അതിലൊക്കെ ചുറ്റിലും കൂടെ എടുത്ത് വെച്ച് അടിച്ചു വയ്ക്കാൻ വിചാരിച്ചു. അങ്ങനെ ഞാൻ പിന്നെ അവിടെ പോയി അതെല്ലാം എടുത്ത് വെച്ച് അതിൽ പോയി ചുറ്റിലും അങ്ങ് അടിച്ചു വെച്ച്. ഞാൻ ഇതെല്ലാം സ്ഥലയുടെ പയ്യെ പീക്കോട്ട് പോകാൻ വിചാരിച്ചത്. അപ്പോഴാണ് ആ ലാസ്റ്റ് സോണത്തിയുടെ കളി ഏകദേശം കഴിയാറായി. അപ്പോൾ ഇനിയിപ്പോൾ വേറെത്തും പോകണ്ട, ഇവിടെ തന്നെ വെയിറ്റ് ചെയ്താൽ മതി, അമ്മമാരെല്ലാം ഇങ്ങോട്ട് വരുമല്ലോ. അപ്പോൾ ഞാൻ അതനുസരിച്ച് ഇവിടെ അങ്ങ് വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു. അങ്ങനെ എനിക്ക് തറയിൽ കിടന്നുണ്ട് ഈ സാധനം കിട്ടി, ഈ ചാടി പറക്കുന്ന സാധനം. ഇപ്പം ഞാൻ ഈ ട്രക്കിൻ്റെ ഫ്രണ്ടിൽ ഇതുകൊണ്ട് ഇട്ടിട്ട് അത് ഇതിൻ്റെ മണ്ടേ കയറാൻ വിചാരിച്ച്. ട്രക്കിൻ്റെ മണ്ടല്ലേ, ഞാൻ മണ്ടേ കയറാൻ ചെയ്യാനൊന്നുമില്ല, എന്നാലും ചുമ്മാ ഇരിക്കുമ്പോൾ ഓരോ വിരിപ്പ്. അപ്പം ഞാൻ അതങ്ങനെ വേസ്റ്റ് ആക്കാറുണ്ടല്ലോ, അങ്ങനെ ഇട്ട് അതുപോലെ പോണോ ഒമ്പളോ പറന്ന് അവിടെ നിന്ന് ഇടുന്നു കാടി. ഓരോരുത്തൻ പോണ് പറന്നിറങ്ങണ്, അവിടെ നടി എൻ്റെ അമ്പോ വരുമ്പോൾ എന്നെ കൂട്ടത്തിലേ വരുവുള്ളൂ. അങ്ങനെ ഞാൻ ഗ്ലൂ വാളൊക്കെ ഇട്ട് ഒരു ദിവസം സെറ്റായി. അവിടെ നിന്ന് എങ്ങനെ ഷൂട്ടായിടേ. എന്നിട്ട് ഞാൻ അവിടെ നിന്ന് വേറെ സൈഡ് എടുത്ത് പോയി ചെന്ന് മെഡൊക്കെ അടിച്ച് റിപ്പർ കിറ്റൊക്കെ അടിച്ച് എൻ്റെ വെസ്റ്റൊക്കെ അവൻ അടിച്ച് പൊടിച്ചു വന്നിട്ടേ. ഒരു നിവർത്തിയില്ല, ഉമ്മര് എല്ലാവരും വളഞ്ഞു കൂടി അടിച്ചു വന്നപ്പോഴത്തേക്ക് ഞാൻ പിന്നെ അത് കഴിഞ്ഞ് അതിനോട് തേരാപ്പാര അങ്ങനെ ഒരു തരത്തിൽ നടന്നു. ഞാൻ എനിക്ക് എവിടെയാണ് എനിമിന്നുണ്ടല്ലോ. അപ്പോൾ ഞാൻ ഇങ്ങനെ തപ്പി നടക്കുകയാണ്, പ്രതീക്ഷിക്കാനും പറ്റില്ല ഇവിടുന്ന് അടി കിട്ടുമെന്ന്. അങ്ങനെ ഇങ്ങനെ എനിമി എവിടെ നിന്ന് ഇങ്ങനെ നടക്കുകയാണ് ഞാൻ. അപ്പം കാണാൻ ദൂരത്തെ ഇറക്കം ഉറങ്ങി വരുന്നുണ്ട്. പിന്നെ MP40 താൻ 2 അടി കൊടുത്ത് ഞാൻ നമ്മുടെ എബിലിറ്റി ഓൺ ആക്കിയിട്ടില്ല. അപ്പോൾ അവൻ 2 ഇങ്ങോട്ട് തന്നാല അവനങ്ങനെ കുത്തിപ്പിടിച്ചിട്ട് ഹെഡ് കയറ്റാൻ പറ്റില്ലെങ്കിൽ കുത്തിപ്പിടിച്ച് അവനങ്ങ് പോയി ഞാൻ ക്ലോസ് ആക്കി. എന്തോടെ ഇപ്പം അടിക്കുന്ന അടിയിൽ ഹെഡൊന്നും കയറണമെന്നില്ല. എന്നാലും അവൻ്റെ കുറേ ലൂട്ടുണ്ടാകും കേട്ടോ. കുറേ ലൂട്ടൊക്കെ നുള്ളിപ്പറക്കി വെച്ച് ഈ അത് പറഞ്ഞു പോണ ഒരുത്തം കയറി വരണം. അവൻ നല്ല അടി അടിച്ചു കേട്ടാ. എനിക്ക് ഹീൽ ചെയ്യാൻ ടൈം കിട്ടിയില്ല. എന്നിട്ട് കയറി വന്ന് എന്നെ അങ്ങ് തീർത്തോളാം ഞാൻ. അങ്ങനെ ആ കളി അവിടെ കഴിഞ്ഞതേ. എന്നാൽ ഈ കളിയിൽ ഫുള്ള് മില്ലായിരുന്നു കേട്ടോ. വേറെ എനിക്ക് ഒരിടത്തും പോയിന്റ് വന്നില്ല എന്നല്ല, പോകാൻ പറ്റിയില്ല പോയിന്റ് വന്നുമില്ല. അങ്ങനെ ഫുള്ള് ഈവിടെ എന്തായിരുന്നു ഫുള്ള് കളിച്ചോണ്ടിരുന്നത്. ഇനി നമ്മളെ വീഡിയോസൊക്കെ ഇടും, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൊണ്ട് പരിഗണിക്കണേ. ഈ തന്നെ കളിച്ചതായാലും നമുക്ക് അങ്ങനെ 50+ കിട്ടിയടേ. എൻ്റെ ഒരു ഇതിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത കളിയെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും നിങ്ങൾക്കത് എന്താണ് തോന്നുന്നത് ആയിരുന്നു കമൻറ്റ് ബോക്സ് ഇട്ടേരെ. എന്തായാലും അടുത്തൊരു വീണ്ടും കാണാൻ കേട്ടാ. ശരി എന്നാ.